കെ മുഹമ്മദിൻ്റെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നദീം റസവി സാറ് സംസാരിക്കുകയുണ്ട്. അപ്പം ക്രെഡിബിലിറ്റിയെക്കുറിച്ച് പറയേണ്ട ആവശ്യം എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ വളരെ കൃത്യമായിട്ട് ഇദ്ദേഹം കൺസിസ്റ്റൻ്റായിട്ട് ഇങ്ങനെ ഫോൾസ് ക്ലെയിംസ്, കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയും അതുപോലെ തന്നെ ആർക്കിയോളജിയെ യൂസ് ചെയ്ത് ആർക്കിയോളജിയിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ വളച്ചൊടിക്കാൻ അല്ലെങ്കിൽ അതിനെ വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരാളാണെന്ന്, ഒരു സ്കോളറാണ് എന്ന് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ സംസാരിക്കുകയുണ്ടായി. പക്ഷേ ഇദ്ദേഹം മേക്ക് ചെയ്ത ചില ക്ലെയിംസ് നമ്മളത് ഓർക്കണം. ഇദ്ദേഹം ഈ ഓരോ ഇൻ്റർവ്യൂവിലും, അതും ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 10 വർഷത്തോളമായി അദ്ദേഹം കൺസിസ്റ്റൻ്റായിട്ട് ഇൻ്റർവ്യൂകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഇൻ്റർവ്യൂകളിലൊന്നും തന്നെ ഇദ്ദേഹം ആർക്കിയോളജിക്കൽ റിപ്പോർട്ടുകൾ സൈറ്റ് ചെയ്യുന്നില്ല. ഇദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫിൻ്റെ എവിഡൻസ് പോലും ഇല്ലാതെയാണ് ഈ ക്ലെയിംസ് മേക്ക് ചെയ്യുന്നത്. ഈ ഓരോ വാദങ്ങളും മുമ്പോട്ട് വെക്കുന്നത് നമ്മൾ ഓർക്കേണ്ട വലിയ ആവശ്യമുണ്ട്. പക്ഷെ അത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ വളരെ കൺവിൻസിങ് ആയിട്ട് ആണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ആർക്കിയോളജിസ്റ്റ് എന്നുള്ളൊരു ഐഡൻറ്റിറ്റിയും ആ ഒരു എക്സ്കവേഷനിൽ ഉണ്ടായിരുന്ന ഏക മുസ്ലിം ആർക്കിയോളജിസ്റ്റ് എന്നുള്ള രീതിയിലുള്ള ഐഡൻറ്റിറ്റിയും പലപ്പോഴും അസേർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ മറ്റ് സന്ദർഭങ്ങളിൽ വരുമ്പോൾ ഇല്ല, ഞാൻ ചിന്തിക്കുന്നത് ഒരു മുസ്ലിമിനെ പോലെയോ ഹിന്ദുവിനെ പോലെയോ അല്ല, ഞാനൊരു ആർക്കിയോളജിസ്റ്റ് ആയിട്ടാണ് ചിന്തിക്കുന്നതെന്ന് പറയാം. അപ്പോൾ ഇതിലൊരു വൈരുദ്ധ്യം ആദ്യം തന്നെ പറയണമെന്ന് തോന്നുന്നു. ഓക്കെ, എന്നിരുന്നാലും അദ്ദേഹം ആർക്കിയോളജിസ്റ്റ് അല്ലായിരുന്നു. ആ ഒരു സമയത്ത് അറ്റ് ബെസ്റ്റ് ഒരു സ്റ്റുഡൻറ്റ് മാത്രമായിരുന്നു എന്നുള്ളത് റസവി സർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ആ ഒരു സമയത്ത് അദ്ദേഹം പില്ലറുകൾ കണ്ടു, അതായത് തൂണുകളാണ് ഉദ്ദേശിക്കുന്നത്, 12ഓളം തൂണുകൾ കണ്ടു എന്ന് ആണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ക്ലെയിം. ഇത് ബി ലാൽ പോലും ഒരുപാട്, ബി ലാൽ ASIയുടെ ഡയറക്ടർ ജനറൽ പദത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത് മറ്റ് അക്കാദമിക പദങ്ങളിൽ നിന്ന് എല്ലാം റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് RSSൻ്റെ ഒരു മൗത്ത് പീസായിട്ടുള്ള മന്ഥൻ എന്ന് പറഞ്ഞ ഒരു മാഗസീനിൽ ആണ് ആദ്യമായിട്ട് ഈ 12 പില്ലറുകളുടെ അവകാശവാദം തന്നെ വെക്കുന്നത്. അതായത് 1999 വേളയിൽ ബി ലാൽ പറഞ്ഞ ക്ലെയിമാണ് ഈ കെ മുഹമ്മദ് സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ 1976 കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ 76 to 99 ഇദ്ദേഹം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, എന്തുകൊണ്ടാണ് ഈ ക്ലെയിം മേക്ക് ചെയ്യാത്തതെന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. നമ്മൾ ആ ചോദ്യം പ്രസക്തം തന്നെയാണ്. പക്ഷേ ഈ പില്ലർ ബേസുകളെ നമുക്ക് ആർക്കിയോളജിക്കലി തന്നെ അനലൈസ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ മറ്റൊരു വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം, ഇങ്ങനെ ക്ലെയിംസ് വരുമ്പോൾ, ഇങ്ങനെ വാദങ്ങൾ വരുമ്പോൾ ഇത് തെറ്റാണ് എന്ന് സമർത്ഥിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഇത് തെറ്റാണെന്ന് നമ്മൾ പറയുന്നതിന് ഒരുപാട് സമയമെടുത്ത് തന്നെ ചെയ്യേണ്ടി വരുന്നൊരു ഉദ്യമമാണ്. പക്ഷേ ഇവർക്ക് ഇത് സത്യമല്ലാത്തത് പറയാനും അത് ബാക്കിയുള്ളവരെ കൺവിൻസ് ചെയ്യാനും വളരെ ഈസി ആയിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന വ്യൂവേഴ്സിനൊരു അഭ്യർത്ഥനയുണ്ട്, ഇത് അവസാനം വരെ കാണണം. കാരണം ഇങ്ങനെ നമ്മൾ ഇന്ന ക്ലെയിം അല്ല, നമ്മൾ അതിൽ ഓരോ ഫോട്ടോയും റിപ്പോർട്ടുകളും അനലൈസ് ചെയ്ത് തന്നെ ആയിരിക്കും ഇതിൽ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്ലെയിം ഇതാണ്, 12ഓളം പില്ലറുകൾ കണ്ടെന്ന് കെ മുഹമ്മദ് ക്ലെയിം ചെയ്യുന്നു. 12ഓളം പില്ലറുകൾ ഉണ്ട് എന്ന് ബി ലാൽ ഒരു ആർക്കിയോളജിക്കൽ റിപ്പോർട്ടിലും അല്ല RSSൻ്റെ മാഗസീനിൽ ക്ലെയിം ചെയ്യുന്നു. ഇനി ബി ലാലിൻ്റെ പില്ലറുകളെ നമുക്ക് നോക്കാം. ഈ പില്ലർ ബേസിൻ്റെ ഈ ഒരു പടം ബി ലാലിൻ്റെ ബുക്കിൽ തന്നെ വന്ന പടമാണ്. ഇതിലിപ്പം ഇങ്ങനെ ഒരു പിക്ചർ ഒരു സാധാരണ ഒരാൾ കാണുകയാണെങ്കിൽ നമുക്ക് തെറ്റിദ്ധരിക്കാം ഇതാണ് പില്ലറെന്ന്. ഈ കംപ്ലീറ്റ്ലി സ്ക്വയറായിട്ട് നിൽക്കുന്നതാണ് പില്ലർ. പക്ഷേ ഇതല്ല ആക്ച്വലി പില്ലറായിട്ട് ബി ലാൽ പോലും ക്ലെയിം ചെയ്യുന്നത്. കാരണം ഇത് മണ്ണാണ്. നമ്മൾ കുഴിച്ച് പോകുമ്പോഴത്തേക്ക് നമ്മൾ ചില ഭാഗങ്ങൾ അടിയിലേക്ക് കുഴിക്കുകയും ചില ഭാഗങ്ങൾ നിലനിർത്തുകയും ചെയ്യും. അത് ആർക്കിയോളജിയുടെ ഒരു പ്രാക്ടീസാണ്, വീലർ മെത്തേഡ് എന്നാണ് ഇതിനെ പറയുന്നത്. പക്ഷേ ഇപ്പം മുഴുവനായിട്ട് കുഴിയെടുത്ത്, അതായത് ആ ഒരു ഏരിയ മുഴുവൻ കുഴിയെടുത്ത് കളയുന്നതിന് ഹാരിസ് മാട്രിക്സ് മെത്തേഡ് എന്നാണ് പറയുന്നത്. പക്ഷെ പഴയ ഇതൊരു 2000-ന് മുമ്പുള്ള ഉത്ഖനനങ്ങളിൽ, എക്സ്കവേഷനുകളിൽ ഈ കുറച്ച് ട്രെഞ്ചുകൾ എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ട്രെഞ്ച് എടുക്കാത്ത ഭാഗമാണ് ഈ പരന്നിരിക്കുന്ന ഫ്ലാറ്റ് ആയിട്ടുള്ള പ്രദേശങ്ങൾ. ഇത് കണ്ടോ, ഇതാണ് ഈ 3 കാര്യങ്ങൾ കണ്ടോ, ഈ പില്ലേഴ്സ് നിങ്ങൾ കണ്ടോ, ഇതാണ് ബി ലാൽ പോലും പില്ലർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങൾ സൂക്ഷിച്ച് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഒറ്റക്കല്ലിലുള്ളതോ ഗ്രാനൈറ്റ് ആയിട്ടുള്ളോ പില്ലറുകളല്ല. ബ്രിക്ക് ബാറ്റ്സ്, ഇഷ്ടിക 2ആയിട്ടും 3ആയിട്ടുമൊക്കെ നമ്മൾ വെട്ടിയിട്ട് ഒരു വൃത്താകൃതിയിൽ ഒരുമിച്ച് വെച്ചിട്ട് മുകളിലോട്ട് ഒരു തൂണ് പോലെ പണിതെടുക്കുന്ന ബ്രിക്ക് ബാറ്റ്സും അതിനകത്ത് മോർട്ടറും മഡും കളിമണ്ണും
ചുണ്ണാമ്പൊക്കെ ചേർത്തുണ്ടാക്കുന്ന മോർട്ടർ എന്ന് പറഞ്ഞ സാധനവും ചേർത്ത് വെച്ചിട്ടാണ് ഈ പില്ലറുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പില്ലറുകൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും ആ ഒരു കാലഘട്ടത്തിൽ, അതായത് ഗുപ്ത കാലഘട്ടം തൊട്ട് മുമ്പോട്ടുള്ള മിഡീവൽ കാലഘട്ടം വരെയുള്ള സമയത്തുള്ള അമ്പലങ്ങളുടെ പില്ലറുകൾ ഇങ്ങനെയല്ല നിർമ്മിക്കുന്നത്. ഒറ്റക്കല്ലിലോ അതോ കരിങ്കല്ലിൻ്റെ തന്നെ പാളികൾ ഒരുമിച്ച് വെച്ചോ ആണ് പില്ലറുകൾ ഉണ്ടാക്കുന്നത്. ഇനി ഇത് ഇങ്ങനെ ഒരു എക്സെപ്ഷണൽ കേസാണ്. ഇങ്ങനെ ഒരു പില്ലർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു പില്ലർ ഉണ്ടാക്കിയാൽ ഇതിൻ്റെ മുകളിലൊരു റൂഫ് വെക്കുകയാണെങ്കിൽ ആ റൂഫ് നിലനിൽക്കുമോ? അതൊരു മേജർ വാദമാണ്. ഇതൊരു ലോഡ് ബെയറിംഗ് പില്ലർ അല്ല. നമ്മളൊരു തൂണുണ്ടാക്കുമ്പോൾ ആ തൂണിന് ബലമില്ലെങ്കിൽ മേൽക്കൂര നിൽക്കില്ല. ഒരു അമ്പലത്തിൻ്റെ മേൽക്കൂര എന്ന് പറയുന്നത്, ഒരു ക്ഷേത്രത്തിൻ്റെ മേൽക്കൂര എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള വാസ്തുശാസ്ത്ര വിധി പ്രകാരം അതിൽ ശിഖരയും മണ്ഡപയും ഒക്കെ വെച്ചിട്ട് പണിയേണ്ടതാണ്. മൗണ്ട് മേരുവിനെ ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ റൂഫ് ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും അമ്പലത്തിൽ പോവുകയാണെങ്കിൽ ഇങ്ങനെ മൗണ്ടൻ പോലെയാണ് കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പർവ്വത ശിഖരങ്ങൾ നമ്മൾ പറയുമല്ലോ. ഈ അമ്പലത്തിൻ്റെ മുകൾ ഭാഗങ്ങളെ ശിഖരമാണ്. അങ്ങനെ അല്ലാതെ അമ്പലങ്ങൾ പണിതാത് വാസ്തുവിദ്യ പ്രകാരം തെറ്റായിരിക്കും. സോ ഓഫ് കോഴ്സ് ലോഡ് ബെയറിംഗ് ആയിട്ടുള്ള പില്ലർ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു റൂഫും റൂഫിൻ്റെ പുറത്ത് ശിഖരവും ശിഖരൻ്റെ പുറത്ത് അമാൽഗമത്തിൻ്റെ പുറത്ത് കലശമൊക്കെ സ്ഥാപിക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ പില്ലറുകൾ, ഇത് നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, ബ്രിക്ക് ബാറ്റ്സ് വെച്ച് ഉണ്ടാക്കപ്പെട്ട ഈ പില്ലറുകളാണ്. ഈ പില്ലറുകളുടെ പുറത്തൊരു റൂഫ് ഉണ്ടാക്കുന്നത് സാധ്യമാണോ എന്നുള്ളൊരു വലിയ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമുണ്ട്. ഒന്ന്. പിന്നെ പറയുന്നത് 12ഓളം പില്ലറുകളാണ് കണ്ടുപിടിച്ചതെന്ന്. ബട്ട് എഗെയിൻ ദ ക്വസ്റ്റ്യൻ ഈസ്, ഈ പില്ലറുകൾ ഏത് ഭാഗത്ത് നിന്നാണ് കണ്ടുപിടിച്ചത്? ബി ബി ലാലിൻ്റെ റിപ്പോർട്ടിൽ വാദിക്കുന്നത് ഇതൊരു സൗത്ത് സൈഡിൽ നിന്നാണ്. ബി ബി ലാൽ ട്രെഞ്ച് ഇടുന്നത് തന്നെ നമ്മൾ ഓർക്കണം, ബാബറി മസ്ജിദിൻ്റെ സ്ഥലത്തിൽ നിന്ന് കുറച്ച് മാറിയൊരു സ്ഥലത്തിലാണ് ഇദ്ദേഹം ട്രെഞ്ച് ഇട്ടത് തന്നെ. അപ്പം ഓഫ് കോഴ്സ് സൗത്ത് സൈഡിലെ എവിടെയോ ഉള്ളൊരു 12 പില്ലർസ് ആണെങ്കിൽ പില്ലറുകളിൽ നിന്ന് ഇത് വാദിക്കാൻ പോലും നമുക്ക് കഴിയുകയുള്ളൂ. ഇതിനൊരു ഈ പില്ലറുകൾ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഇതൊരു ഹിന്ദു ക്ഷേത്രമാണെന്ന് പറയാൻ പറ്റും? കാരണം തൂണുകൾ എന്തിൻ്റെ ആകാമല്ലോ. തൂണുകൾ ഇപ്പം ഒരു ആം ഹൗസിൻ്റെ ആകാം, ഒരു കൊട്ടാരത്തിൻ്റെ ആകാം, ഒരു വഴിയമ്പലത്തിൻ്റെ ആകാം. ഇതെല്ലാം ആ സമയത്ത് പണിയപ്പെട്ടുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. എല്ലാം സിഗ്നിഫിക്കൻ്റ് തന്നെയാണ്. പക്ഷെ നമ്മുടെ ചോദ്യം ഇതാണ്, ഇതൊരു ഹിന്ദു ക്ഷേത്രത്തിൻ്റെ ആണെന്ന് ഈ തൂണ് വെച്ചിട്ട്, അതും ഇത്രയും ഫ്രാഗ്മെൻ്ററി എവിഡൻസ് ആണ് കിട്ടിയിരിക്കുന്നത്, അത് വെച്ചിട്ട് എങ്ങനെ വാദിക്കാൻ പറ്റും? ഇത് മാഞ്ചി ആൻഡ് മണിയുടെ എക്സ്കവേഷൻ റിപ്പോർട്ടിൽ നിന്നുള്ള ഭാഗമായിട്ടുള്ള ഈ മറ്റ് പില്ലറുകൾ. ഇതാണ് കെ മുഹമ്മദിൻ്റെ രണ്ടാമത്തെ ക്ലെയിം. അതായത് 1976-77 ഉത്ഖനനത്തിൽ 9 to 12 പില്ലർ ആണ് കിട്ടിയതെങ്കിൽ പിന്നീട് നമ്മൾ 2003 എക്സ്കവേഷനിൽ 50 പില്ലേഴ്സ് കണ്ടുപിടിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷെ അവിടെ തന്നെ ടെർമിനോളജിയിൽ തെറ്റുണ്ട്. കാരണം കണ്ടുപിടിച്ചത് പില്ലറുകളല്ല, കണ്ടുപിടിച്ചത് പില്ലർ ബേസുകളാണ്. അപ്പോൾ തൂണുകളല്ല, തൂണിൻ്റെ അടിഭാഗം അല്ലെങ്കിൽ തൂണുകൾ എന്തിലോട്ടാണോ ഇൻസേർട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ ഒറ്റക്കല്ലൊക്കെ തൂണുണ്ടാക്കുമ്പോഴത്തേക്ക് അതെന്തിൻ്റെയെങ്കിലും പുറത്തിങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വെച്ചാൽ തൂണ് ആ സ്ഥലത്ത് നിൽക്കുകയുള്ളൂ. അപ്പോൾ അതിനെയാണ് നമ്മൾ പില്ലർ ബേസ് എന്ന് പറയുന്നത്. എനിക്കറിയാം ഇത് കുറച്ച് ടെക്നിക്കൽ ആണെന്ന്, ബട്ട് നമുക്കിതിനെ പൊളിക്കാൻ ഇതിൻ്റെ ടെക്നിക്കാലിറ്റീസ് നോക്കിയേ മതിയാകുള്ളൂ. പിന്നെ ആർക്കിയോളജി ഈസ് എ ടെക്നിക്കൽ സബ്ജക്ട്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ ഫുൾ പ്രൂഫ് സബ്ജക്ട്. അതും കൂടെ അത് പറഞ്ഞേ മതിയാകുള്ളൂ. കാരണം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്ന് തോന്നുന്നു എല്ലാവർക്കും. ചരിത്രം എന്ന് പറയുന്നത് നമുക്ക് വ്യാഖ്യാനിച്ചൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ, ആർക്കിയോളജി അങ്ങനെ പറ്റില്ല എന്നുള്ളത്. പക്ഷേ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന, ആർക്കിയോളജിയിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ വ്യാഖ്യാനിക്കപ്പെടാം. അപ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് കുഴിച്ച് ഒരു മൺപാത്രം കിട്ടുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ മൺപാത്രം മേ ബി നമുക്കൊരു കലശമായിട്ട് വ്യാഖ്യാനിക്കാം, നമുക്ക് അസ്ഥി ഇട്ട് വെക്കുന്ന മൺപാത്രമായിട്ട് വ്യാഖ്യാനിക്കാം, കുക്ക് ചെയ്യുന്ന മൺപാത്രമായിട്ട് വ്യാഖ്യാനിക്കാം, ഒരു ഡെക്കറേറ്റീവ് എലമെൻ്റായിട്ട് വ്യാഖ്യാനിക്കാം. ഇതൊക്കെ പല രീതിയിൽ പല ആർക്കിയോളജിസ്റ്റുകൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ് അനുസരിച്ചും എക്സ്കവേഷൻ്റെ ഒബ്ജക്റ്റീവ് അനുസരിച്ചൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. ഒരു എല്ലാം കഷ്ണം കിട്ടിയാൽ അത് പല രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റും. നമുക്ക് ആർക്കിയോളജിയിൽ ഉറപ്പോടെ പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് കാലഗണന, കാർബൺ ഡേറ്റിംഗ് വഴി, സ്റ്റാറ്റിഗ്രാഫിക് അനാലിസിസ് വഴി, പാലിയോളിത്തിക് അനാലിസിസ് വഴി, ബയോമെറ്റീരിയൽ അനാലിസിസ് ഒക്കെ വഴി ചില കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും. കാലമൊക്കെ നമുക്ക് അതുപോലെ പറയാൻ പറ്റുന്ന കാര്യം. പക്ഷേ മറ്റു പല കാര്യങ്ങൾ അങ്ങനെ 100% ഉറപ്പോടെ പറയാൻ പറ്റില്ല. അതും ഇറ്റ് ഈസ് ഓൾസോ ഓപ്പൺ ടു
ഇൻ്റർപ്രിട്ടേഷൻ. അപ്പോൾ നമ്മൾ നോക്കുന്ന അതിൻ്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നോക്കും. മറ്റിടങ്ങളിൽ കമ്പാരിറ്റീവ് അനാലിസിസ് വഴി ഇതേ മെറ്റീരിയൽ നമുക്ക് മറ്റൊരു ഇടത്തിൽ കിട്ടിയാൽ നമുക്ക് പറയാൻ പറ്റും ഇത് സിമിലർ സൈറ്റാണ്. നമ്മൾ മഹാശിലാസ് യുഗത്തിൻ്റെ സ്മാരകങ്ങൾ, മെഗാലിത്തിക് ഏജ് കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ്. അയണിൻ്റെ അംശങ്ങൾ നമുക്ക് ഒരേ സൈറ്റിൽ നിന്ന് കിട്ടുകയാണ്. നമുക്ക് സ്കെലിറ്റൽ റിമെയിൻസ് ഒരേപോലത്തെ ഏകദേശം ഒരേ കാലഘട്ടത്തിൽ കിട്ടുകയാണ്. ഒരേപോലത്തെ പ്രഷ്യസ് സെമി പ്രഷ്യസ് സാധനങ്ങൾ കിട്ടണം. അപ്പോൾ നമ്മൾ പറയും ഈ സൈറ്റിൽ ഉണ്ടായിരുന്നത് മേ ബി ആ സൈറ്റിൽ നിന്ന് 50 കിലോമീറ്റർ ദൂരെ ഒരു സ്ഥലത്ത് കിട്ടുകയാണെങ്കിലും രണ്ടും ഒരേ കൾച്ചറിൻ്റെ സൈറ്റാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ടൈപ്പോളജിയൊക്കെ വെച്ചിട്ടാണ് ആർക്കിയോളജിയിൽ പല കാര്യങ്ങളും പറയുന്നത്. ബാക്കിയുള്ള ഇതേ കാലഘട്ടത്തിൽ ഇവർ വാദിക്കുന്ന വിക്രമാദിത്യൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ അമ്പലമാണെന്നുള്ള വാദത്തിന് ആ സമയത്തുണ്ടായിരുന്ന അമ്പലങ്ങളുമായിട്ട് സാമ്യം വേണമല്ലോ. പർട്ടിക്കുലർലി അമ്പല നിർമ്മാണം അല്ലെങ്കിൽ ക്ഷേത്ര നിർമ്മാണത്തിനെ കുറിച്ച് മാനസാരവും മായാമഠവും പോലുള്ള വാസ്തുവിദ്യ ടെക്സ്റ്റുകൾ ആ ഒരു സമയത്ത് ഉണ്ടായിരിക്കെ കൃത്യത പാലിച്ച് തന്നെയാണ് ഈ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 12 പില്ലറിനെ കുറിച്ച് യാതൊരു കാരണവശാലും ഒരു മേൽക്കൂര താങ്ങാൻ പറ്റുന്ന പില്ലറുകളല്ല എന്ന് ഞാൻ ആർഗ്യൂ ചെയ്യുന്നത്. ഞാനല്ല ആർഗ്യൂ ചെയ്യുന്നത്, ഇത് സുപ്രിയ വർമ്മ, ജയ മേനോൻ പോലെയുള്ള ആർക്കിയോളജിസ്റ്റുകൾ തന്നെ മുമ്പോട്ട് വെച്ച വാദമാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇത് മാഞ്ചി ആൻഡ് മണി, അതായത് ഈ 2003 എക്സ്കവേഷൻ നടത്തിയ BR മണി എന്ന് പറഞ്ഞ ആർക്കിയോളജിസ്റ്റും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റൊരു ആർക്കിയോളജിസ്റ്റായിട്ടുള്ള മണിയുടെ ഒരു ട്രെഞ്ചിൻ്റെ എക്സ്കവേഷൻ റിപ്പോർട്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം പില്ലർ ബേസുകൾ ഇവർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് പില്ലർ എന്നല്ല, പില്ലർ ബേസ് എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇതൊരു ഫ്ലോറാണ്, ഇതൊരു ഫ്ലോറാണ്. ഈ 2 പില്ലർ ബേസുകൾ. ഈ പില്ലർ ബേസുകളുടെ ഡൈമെൻഷൻസ്, അളവുകൾ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാകും ഇതൊരുപോലെയുള്ള അളവുകൾ അല്ല. ഇത് തമ്മിലുള്ള ഇതേപോലെ മറ്റ് ട്രെഞ്ചുകളുടെയും മറ്റ് ഫ്ലോറുകളുടെയും പ്ലാൻ നമ്മൾ നോക്കിയാൽ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരുപോലെയല്ല. സോ പില്ലർ ബേസുകൾ ഒരുപോലെയല്ല, ഒന്ന് അവർ തമ്മിലുള്ള ദൂരങ്ങളും ഒരുപോലെയല്ല. വൈ ഇസ് ദ സിഗ്നിഫിക്കൻറ്റ്? ഇതെങ്ങനെയാണ് സിഗ്നിഫിക്കൻ്റ് ആകുന്നത്? ഒന്ന്, നമ്മളൊരു അമ്പലത്തിൽ പോയാൽ മിക്ക പില്ലറുകൾക്കും ഒരേ നീളവും ഒരേ വീതിയും ഒരേ പെരിമീറ്ററും ആയിരിക്കും. അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ വലതുവശത്തിൻ്റെ ഒരു മിറർ ഇമേജ് ആയിരിക്കും ഇടതുവശം എന്ന് പറയുന്നത്. കാരണം ദൈവത്തിൻ്റെ ശരീരമായിട്ടാണ് അമ്പലത്തിനെ കാണുന്നത്. അപ്പം നമ്മുടെ ഇടതുവശം പോലെ വലതുവശം ഇരിക്കുന്നത് പോലെ തന്നെ ഈ അമ്പലങ്ങളും ഇങ്ങനെ തന്നെയാണ് പണിയുന്നത്. അതിനൊരു സിംബോളിക് അർത്ഥവും കൂടെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് വലതുവശത്തുള്ള എല്ലാ പില്ലേഴ്സിൻ്റെയും ഒരു റിഫ്ലക്ഷൻ പോലെ ഇടതുവശത്തിൽ പില്ലറുകൾ വരുന്നത്. അപ്പം നമ്മൾ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പില്ലറുകളെ നോക്കിയാലും ഒരേപോലെ അല്ലാത്ത പില്ലേഴ്സാണ് കിട്ടുന്നത്. ഈ 50ഓളം പില്ലറുകൾ കിട്ടി എന്ന് പറയുന്ന വാദം തെറ്റാണെന്ന് ആദ്യം പറഞ്ഞു. പില്ലർ ബേസുകൾ, ഈ 50 പില്ലർ ബേസുകളും തമ്മിൽ സാമ്യമുള്ളത് 2-3 പില്ലർ ബേസുകളേ ഉള്ളൂ. ഒന്ന്, അതുപോലെ ഡിസ്റ്റൻസ് വെച്ച് നോക്കിയാലും നമ്മൾ ഒരു സൈറ്റ് പ്ലാൻ ഉണ്ടാക്കുമ്പോൾ അതിൽ മാർക്ക് ചെയ്യുമല്ലോ പില്ലറുകൾ എങ്ങനെയാണെന്ന്. അത് വെച്ചിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ എങ്ങനെയായിരിക്കാം ആ ബിൽഡിംഗ് നിന്നിരുന്നത് എന്ന് നമ്മൾ ഒരു നിഗമനത്തിലെത്തുന്നത്. അങ്ങനെ നോക്കിയാലും ഈ പില്ലറുകളുടെ ഡൈമെൻഷൻസിലുള്ള വ്യത്യാസം, ചില പില്ലറുകൾ ചെറുതും ചില പില്ലറുകൾ വലുതായിരിക്കുമ്പോഴും ഇതിൻ്റെ റൂഫോ ബാക്കി ആ റൂമിൻ്റെ അല്ലെങ്കിൽ ആ ചേംബറിൻ്റെ വിസ്തീർണമോ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് പ്ലാൻ തയ്യാറാക്കുകയാണെങ്കിൽ ആ പില്ലറുകൾ എവിടേക്കാണ്, അവർ തമ്മിലുള്ള ദൂരം എവിടേക്കാണ്. ഇപ്പം നമുക്കൊരു വീട് പണിയണമെങ്കിൽ തന്നെ 2 തൂണുകൾ ഒരേ ഡിസ്റ്റൻസിലല്ലേ നമ്മൾ വെക്കുകയുള്ളൂ. അതിൻ്റെ പുറകിൽ തൂണ് പറയുകയാണെങ്കിൽ ഏകദേശം ഒന്നിൽ അതിൽ പ്രപ്പോർഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ അതേ അളവിലായിരിക്കും നമ്മൾ അടുത്ത പില്ലർ എടുത്തത്. എന്നാൽ ഈ പില്ലർ ബേസുകളെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള പ്രപ്പോർഷൻ മെയിൻറ്റെയിൻ ചെയ്യാതെയാണ് ഇത് മുമ്പോട്ട് പോയിരിക്കുന്നത്. ഈ പില്ലറുകളുടെ അളവുകളിനെ കുറിച്ച് സുപ്രിയ വർമ്മ അവരുടെ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. ചില പില്ലറുകൾ, അതായത് BV ലാൽ കണ്ടുപിടിച്ച പില്ലറുകളുണ്ടല്ലോ, ആ പില്ലറുകൾ 21x21 സെൻറ്റിമീറ്റർ. പിന്നെ അതിലേറ്റവും വലിയ പില്ലർ എനിക്ക് തോന്നുന്നു 27x27 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ അളവുകൾ പറയുന്നത്. പക്ഷേ ഈ ASI 2003 എക്സ്കവേഷനിൽ കണ്ടുപിടിച്ച പില്ലറുകൾ 50 സെൻറ്റിമീറ്റർ, 49 50x50 അല്ലെങ്കിൽ 50x51, 49x51, 54x56 ഇങ്ങനെയുള്ള പില്ലറുകളാണ്. അപ്പോൾ ഇത് വളരെ കൺഫ്യൂസിംഗ് ആണ്. ബാക്കി വേറെ യാതൊരു ക്ഷേത്ര നിർമ്മാണത്തിൻ്റെയും ഒരു മോഡൽ ഫോളോ ചെയ്യാതെയാണ് ഇവിടെ വരുന്നത്.
അപ്പം ദിസ് ഈസ് വെരി കൺഫ്യൂസിങ്. അതിനെ ബേസ് ചെയ്തിട്ടൊരു ബിൽഡിംഗ് പ്ലാൻ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ കൺജക്ചറൽ സൈറ്റ് പ്ലാൻ ഉണ്ടാക്കുകയോ ഇതൊക്കെ അസാധ്യമെന്ന് തന്നെ പറയാം. ഇതെല്ലാം നമ്മൾ പറയുന്നത് ഈ പില്ലർ ബേസുകൾ ആക്ച്വലി പില്ലർ ബേസുകളാണ് എന്നുള്ളൊരു നിഗമനത്തിലാണ് നമ്മൾ ഇത്രയും നേരവും സംസാരിച്ചത്. പക്ഷേ ഈ പില്ലർ ബേസുകൾക്ക് തന്നെ പിന്നിൽ തന്നെ അല്ലെങ്കിൽ 50ഓളം എന്നിവർ വിശേഷിപ്പിക്കുന്ന പില്ലർ ബേസുകൾക്ക് തന്നെ ആക്ച്വലി ഒരു മാനിപ്പുലേഷൻ്റെ കഥ പറയാനുണ്ട്. ഈ സമയത്ത് അതായത് 2003 എക്സ്കവേഷൻസ് നടക്കുമ്പോൾ സുപ്രിയ വർമ്മയും ജയ മേനോനും നമ്മുടെ നേരത്തെ വീഡിയോയിലുണ്ടായിരുന്ന നദീം സാറും ഷെറീൻ രത്നാകർ പോലെയുള്ള സൂരജ് ബാൻ പോലെയുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള ആർക്കിയോളജിസ്റ്റും ഹിസ്റ്റോറിയൻസും അവിടെ ഒബ്സർവേഴ്സായിട്ട് നിൽക്കുന്നുണ്ട്. അവർ 14ഓളം കംപ്ലൈൻറ്റുകൾ ASIക്ക് ഫയൽ ചെയ്തിട്ടുണ്ട്, കോർട്ടിനും ഫയൽ ചെയ്തിട്ടുണ്ട്. അതായത് ഈ എക്സ്കവേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇവർ ഈ കംപ്ലൈൻറ്റുകൾ ഫയൽ ചെയ്തത്. അതിൽ ഓരോ കംപ്ലൈൻറ്റിലും ഇവർ ASI ചെയ്യുന്ന ഉത്ഖനനത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് ASI ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് കോടതിയുടെ വെർഡിക്റ്റിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കംപ്ലൈൻറ്റുകൾ വന്നിട്ടുണ്ട് എന്നത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ കംപ്ലൈൻറ്റുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് പരിശോധിക്കാൻ ASI ശ്രമിക്കുന്നില്ല. വേർഡിക്റ്റിലും ആ കംപ്ലൈൻറ്റുകൾക്ക് അതിന് കൊടുക്കേണ്ട സിഗ്നിഫിക്കൻസ് കൊടുത്തതായി നമുക്ക് കാണാൻ കഴിയില്ല. നമ്മൾ ഈ കംപ്ലൈൻറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ അവർ മേക്ക് ചെയ്യുന്ന ഒരു മേജർ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ വീലർ മെത്തേഡ് വഴി എക്സ്കവേറ്റ് ചെയ്യുകയാണെങ്കിൽ ചില ഭാഗങ്ങൾ ഇങ്ങനെ ഒരു കുഴി എടുക്കുകയാണെന്ന് വിചാരിച്ചോ, ആ കുഴിയുടെ ഭിത്തി അങ്ങനെ തന്നെ നിലനിർത്തും. എന്നിട്ട് ആ കുഴി എടുക്കുന്ന ഭാഗത്തിൽ നമ്മൾ കുഴിച്ച് ഇപ്പോൾ ചിലപ്പോൾ 5 മീറ്റർ ആയിരിക്കും അല്ലെങ്കിൽ 5 ഫീറ്റ് ആയിരിക്കും കുഴിക്കും. അവിടെയുള്ള കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തി വെക്കും. പിന്നെയും 5 ഫീറ്റ് കുഴിക്കും, എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെക്കും. അപ്പോൾ ഈ രേഖപ്പെടുത്തി വെക്കുന്ന തന്നെ വലിയൊരു പ്രോസസ്സാണ്. കാരണം നമുക്ക് ചെറിയ നാണയോ ഒരു അസ്ഥിയുടെ ഒരു കുഞ്ഞൊരു 1 സെൻറ്റിമീറ്റർ കഷ്ണം കിട്ടിയാൽ പോലും, ഞാൻ എക്സ്കവേഷന് പോയിട്ടുള്ള ആളാണ്, അപ്പോൾ നമ്മൾ പെയിൻസ്റ്റേക്കിംഗ്ലി ഇങ്ങനെ എഴുതി വെക്കും ഇന്ന കാര്യങ്ങളുണ്ട്. കാരണം അതിൽ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും, കാരണം നമുക്ക് പിന്നീട് ഒരാൾ ഈ റിപ്പോർട്ട് നോക്കി വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാലും അയാൾക്കും എല്ലാ ഇൻഫർമേഷനും അവൈലബിൾ ആയിരിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഇത്രയും വളരെ ഡീറ്റെയിൽഡായിട്ട് ഇത് എഴുതി വെക്കുന്നത്. പക്ഷെ ആ ഭിത്തി അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പം നമ്മളിങ്ങനെ കുഴിച്ചു പോകുമ്പോൾ ചിലപ്പം പകുതി ഈ കുഴിക്കകത്തും അതായത് ട്രെഞ്ചിനകത്തും പകുതി ഭിത്തിയിലുമായിട്ടുള്ള ആർക്കിയോളജിക്കൽ ആർട്ടിഫാക്റ്റ് നമുക്ക് കിട്ടും. അപ്പം ചിലപ്പോൾ ഒരു മൺപാത്രത്തിൻ്റെ പകുതി ഭിത്തിക്കകത്തും പകുതി വെളിയിലോട്ട് തള്ളി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കുഴി എടുത്ത് പോകുമ്പോഴത്തേക്ക് ഈ പാത്രം നമുക്ക് ഇങ്ങനെ ഭിത്തി ഈ സ്ട്രാറ്റിഗ്രാഫിക്കൽ വോളിൽ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ഈ കുഴിക്കകത്തുള്ള ഭാഗത്തെ മാത്രം എക്സ്പോസ് ചെയ്യുകയും ബാക്കിയുള്ളത് വോളിനകത്ത് തന്നെ വെക്കുകയും നമ്മൾ ചെയ്യും. കാരണം ഈ സ്ട്രാറ്റിഗ്രാഫിക്കൽ വോൾ, ഈ കുഴിച്ച് താഴോട്ട് പോകുന്ന ഈ ഭിത്തി നമുക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ ഭിത്തി വെച്ചിട്ട് നമുക്ക് കാലം ഗണിക്കാൻ പറ്റും. കാരണം ഈ ഭിത്തിയിലെ മണ്ണിൻ്റെ ടൈപ്പ് മാറും തോറും നമുക്കറിയാം എത്ര പഴക്കമുണ്ടെന്ന്. ഇത് ആക്ച്വലി വളരെ സയൻറ്റിഫിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ആ സോയിൽ അനലൈസ് ചെയ്ത് പോയാൽ ആ സോയിലിന് എത്ര മോയ്സ്ചർ ഉണ്ട്, അതിനകത്ത് എത്ര പോളൻ ഗ്രെയിൻ ഉണ്ട്, അതിനകത്ത് പൊട്ടാഷ്യം കണ്ടൻറ്റ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് അങ്ങനെ അനലൈസ് ചെയ്യാം. പക്ഷേ ഇതൊന്നും ഇല്ലാതെ തന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ 2-3 ആർക്കിയോളജിക്കൽ ഡിഗ്രി പോകുമ്പോൾ തന്നെ ഈ മണ്ണിൻ്റെ കളർ വ്യത്യാസം വരും. ആ കളർ വ്യത്യാസം വെച്ച് നമുക്ക് ഏകദേശം മനസ്സിലാകുന്ന ഒരു ലെവലിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മാറും. ബട്ട് ഇത് സയൻറ്റിഫിക്കലി നമുക്ക് അനലൈസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഈ സ്ട്രാറ്റിഗ്രാഫിക്കൽ വോൾ സിഗ്നിഫിക്കൻ്റ് ആണ്. അത് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ മൺപാത്രം ഉണ്ടല്ലോ, പകുതി വെളിയിലോട്ടിരിക്കുന്ന മൺപാത്രം, അതേത് കാലത്തെ ആണെന്ന് ഈ ഭിത്തിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ആ മൺപാത്രം വെച്ച് ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക്, ആ കുഴിച്ച് വരുന്ന സാധനങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഒരു മേജർ കാര്യം ASI എക്സ്കവേഷനിൽ ഇങ്ങനെ ഒരു ആർട്ടിഫാക്റ്റ് കണ്ടാൽ അവർ ആ ആർട്ടിഫാക്റ്റ് അതിൽ നിന്ന് വെളിയിലെടുക്കും. വെളിയിലെടുത്തിട്ട് ഈ കോണ്ടാക്ട് ഷീറ്റിൽ എൻ്റർ ചെയ്ത് വെക്കും. ഇങ്ങനെ വളരെ ഇതൊരു ആർക്കിയോളജിക്കൽ പ്രാക്ടീസ് അല്ല. ആർക്കിയോളജിക്കൽ പ്രാക്ടീസ് അത് മെയിൻറ്റെയിൻ ചെയ്യും. എന്നിട്ട് കൃത്യമായിട്ട് അതിൻ്റെ കാലം ആ സ്ട്രാറ്റിഗ്രാഫി വെച്ചിട്ട് മനസ്സിലാക്കാൻ നോക്കും. പക്ഷേ ഇവർ കിട്ടുന്ന എല്ലാ ആർട്ടിഫാക്റ്റും, വെദർ ഇറ്റ് ബിലോങ്സ് ടു എ വോൾ or whether it was found inside the trench, they would remove all of these things and എന്നിട്ട് എഴുതി വെക്കും. അപ്പം ഇതിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു കാര്യമാണ് ഗ്ലേസ്ഡ് ടൈലിൻ്റെ, ഗ്ലേസിംഗ് ഉള്ള ഫ്ലോർ ടൈൽസിൻ്റെ എവിഡൻസ് കിട്ടിയതൊന്നും തന്നെ ഇവരൊന്നും കോണ്ടാക്ട് ഷീറ്റിൽ എൻ്റർ ചെയ്തിട്ടില്ല. അതായത് ഇവരുടെ ആർക്കിയോളജി നോട്ട്ബുക്കിൽ ഇന്ന ദിവസം ഇന്ന സാധനം കിട്ടിയെന്നുള്ള നോട്ട്ബുക്കിൽ എൻ്റർ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ സെമിറ്റിക് മതങ്ങളിലാണ് മിക്കവാറും ഈ ഫ്ലോർ ടൈൽസ് ഗ്ലേസ്ഡ് ആയിട്ടുള്ളത് കിട്ടുന്നത്.
മറ്റേ നമ്മൾ കരിങ്കല്ലിലാണ് മിക്കവാറും കിട്ടാറ്. അപ്പോൾ ഈ ഗ്ലേസ്ഡ് ഫ്ലോർ ടൈൽസിൻ്റെ എവിഡൻസ് എന്തുകൊണ്ട് ഇവർ എൻ്റർ ചെയ്തില്ല? ഇനി ചില നോട്ട്ബുക്കുകളിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്, പക്ഷെ എൻ്റർ ചെയ്തതൊന്നും തന്നെ ഇവർ മിക്കതും കിട്ടുന്നത് ഈ സ്ട്രാറ്റിഗ്രാഫിക് വോളിലാണ്. പക്ഷേ ഇവരെന്ത് ചെയ്യും, അത് അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് ഫൗണ്ടെന്ന് പറഞ്ഞ് മാത്രം എഴുതി വെക്കും. അതുകൊണ്ട് ഇതിൻ്റെ കാലഗണന നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇനി ഇവർ വാദിക്കുന്നത് പോലെ അത് ഏറ്റവും മുകളിൽ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള കാലഘട്ടത്തിലാണെങ്കിൽ കൂടി അത് അവർക്ക് കാണിക്കാം അവിടെ റീസെൻ്റ് ആണ് എന്നുള്ളത്. പക്ഷേ ഇവർ ഒരു കാലഗണനയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഇത് എക്സ്ട്രാക്ട് ചെയ്ത് വെറുതെ ആർട്ടിഫാക്റ്റ് എന്ന് മാത്രം എഴുതി വെച്ചത് വളരെ സംശയാസ്പദമാണ്. അതിപ്പോൾ ആർക്കിയോളജി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോലും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. പിന്നീട് ഇതുപോലെ വളരെ മേജറായിട്ടുള്ളൊരു ഒമിഷൻ ഇവർ ചെയ്യുന്നതായിട്ട് പറയുന്നത്, ഇതിനകത്ത് നിന്ന് എല്ലും കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പല ലെയറുകളിൽ നിന്ന് എല്ലും കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ എല്ലും കഷ്ണങ്ങളൊന്നും തന്നെ റെക്കോർഡ് ചെയ്തിട്ടില്ല. ഇൻഫാക്റ്റ് ആ കോണ്ടാക്ട് ഷീറ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കോണ്ടാക്ട് ഷീറ്റിൽ പോലും ഒരു എല്ല് കഷ്ണത്തിൻ്റെ എവിഡൻസ് നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല. ഇത് ഈവൻ ആസ് എൻ ആർക്കിയോളജി സ്റ്റുഡൻറ്റ് നമ്മളോട് പറയുന്നൊരു കാര്യമാണ്, എന്തൊരു ബയോ ആർക്കിയോളജിക്കൽ സാധനം കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ ഡെഫിനറ്റ്ലി രേഖപ്പെടുത്തി വെക്കണം, അത് സൂക്ഷിച്ച് വെക്കണം. അത് പിന്നീട് ഒരു മോയ്സ്ചറോ ഹ്യൂമിഡിറ്റിയോ ഒന്നും പറ്റാത്ത ഒരു പ്ലാസ്റ്റിക് കവറിൽ സീൽ ചെയ്ത് വെക്കണമെന്നാണ് ഞങ്ങളോടൊക്കെ ആദ്യം തന്നെ പറയുന്നത്. കാരണം കാർബൺ ഡേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണിത്. അപ്പോൾ കാർബൺ ഡേറ്റ് ചെയ്ത് നമുക്ക് ഏകദേശം ഇനി അവിടെ ഉള്ളൊരു അനിമലല്ല, മേ ബി ആ വഴി കൂടെ പോയി അവിടെ വീണ് ചത്ത ഒരു അനിമലാണെന്ന് വിചാരിക്കുക, എന്നാൽ കൂടി ആ ലെയർ ഏത് കാലഘട്ടത്തിലാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എല്ല് കഷ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എല്ല് കഷ്ണത്തിനെ കുറിച്ച് ഒന്നും തന്നെ നമുക്ക് 2003 എക്സ്കവേഷനിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ കാരണം ഇവർ പറയുന്നത്, ഈ ഒബ്സർവേഴ്സ് പറയുന്നത്, മനഃപൂർവ്വമായിട്ട് എല്ല് കഷ്ണങ്ങളുടെ എവിഡൻസ്, കാരണം അമ്പലത്തിനകത്ത് എവിടെ നിന്ന് എല്ല് കഷ്ണം വരും എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണല്ലോ. അതുകൊണ്ട് ഈ എല്ല് കഷ്ണങ്ങളൊന്നും തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ല, വിച്ച് ഇസ് വെരി വെരി സ്ട്രെയിഞ്ച് ഓൾസോ. കാരണം നിങ്ങൾ ഇവിടെ കുഴിക്കണം എന്ന് വിചാരിച്ചോ, ഇവിടെ കുഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ നിന്ന് എല്ല് കഷ്ണം കിട്ടും. അത് ഒബ്വിയസ് ആണ്. കാരണം ഏതൊരു സ്ഥലത്ത് നിങ്ങൾ നമ്മൾ ഇന്ത്യയെ പോലെ ഇത്രയധികം മനുഷ്യവാസമുള്ള മൃഗങ്ങളുള്ള കന്നുകാലികളുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ ഇവിടെ ഒരു എന്താണ് ഒരു 5 feet into 6 feet എടുത്താലും എല്ല് കഷ്ണം കിട്ടും. അതേക്കെ മേ ബി രാജസ്ഥാൻ മരുഭൂമിയിലൊക്കെ മേ ബി അവിടെ കുഴിച്ചാലും കിട്ടുമായിരിക്കും. ബട്ട് അങ്ങനെയുള്ള ജനവാസം ഇല്ലാത്ത സ്ഥലത്തായിരിക്കും ഒട്ടും കിട്ടാത്ത. പക്ഷേ ഇന്ത്യയുടെ ഒരു ഹിസ്റ്റോറിക്കൽ പാസ്റ്റ് വെച്ച് നോക്കുമ്പോൾ എവിടെ കുഴിച്ചാലും എല്ല് കഷ്ണങ്ങൾ. അപ്പോൾ ഒരു എല്ല് കഷ്ണത്തിൻ്റെ പോലും റിപ്പോർട്ട് ഇല്ല എന്ന് പറയുന്നത് അമേസിംഗ് ആണ്. സുപ്രിയ വർമ്മയും ഈ നദീം റസവിയും വീണ്ടും ഊന്നി പറയുന്നൊരു കാര്യമാണ്, ഈ അവിടെ നിന്ന് കിട്ടിയ എല്ലും കഷ്ണങ്ങൾ, ഇവർ ഒബ്സർവേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവരത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ആ പല എല്ലും കഷ്ണങ്ങൾ നോക്കിയാൽ അത് കുക്ക് ചെയ്ത എല്ലും കഷ്ണങ്ങളാണ്. അപ്പോൾ കുക്ക് ചെയ്ത എല്ലും കഷ്ണങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുകയാണെങ്കിൽ അവിടെ മാംസാഹാരത്തിൻ്റെ എവിഡൻസും അവിടെ മാംസം പാകം ചെയ്യുന്നതിൻ്റെ എവിഡൻസും ഉണ്ടെന്നാണത് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ അതെങ്ങനെ ഇവിടെ നിന്ന് കിട്ടി എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ ചെയ്യേണ്ടി വരും ഈ എല്ലും കഷ്ണങ്ങളെക്കുറിച്ച് എക്സ്കവേഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമാക്കുകയാണെങ്കിൽ. സോ ഇറ്റ് ഈസ് ഒബ്വിയസ് അതെന്തുകൊണ്ടായിരിക്കാം കോണ്ടാക്ട് ഷീറ്റിൽ എഴുതാത്തത് എന്നുള്ളത്. പക്ഷേ ഇതേ സമയം, അതായത് 2003-2004 സമയത്തിൽ നമ്മൾ പത്ര റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഹ്യൂമൻ സ്കെലിറ്റൻ്റെ എവിഡൻസ് കിട്ടുന്നുണ്ട്. ഇവിടെ ഹ്യൂമൻ സ്കെലിറ്റൻ്റെ എവിഡൻസോ എനിക്കൊന്ന് 2 സ്കെലിറ്റൻസിന് ഫുൾ കിട്ടിയോന്ന് എനിക്കറിയില്ല. സ്കെലിറ്റൽ റിമെയിൻസ് എന്ന് മാത്രമേ റിപ്പോർട്ടുകൾ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ സ്കെലിറ്റൽ റിമെയിൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇത് പത്രങ്ങളിൽ റിപ്പോർട്ടഡ് ആകുന്നുണ്ട്. അപ്പോൾ വളരെ വലിയ ഉത്കണ്ഠയും വരുന്നത് അതിൻ്റെ ആരുടെ ആയിരിക്കാം എന്ന്. പക്ഷേ ഇതങ്ങനെ ഒരുപാട് താഴോട്ടുള്ള ലെയറുകളിൽ നിന്നല്ല, ഒരു മിഡ് ലെവൽ ടു അപ്പർ ലെയർ ഇതാണ് ഈ സ്കെലിറ്റൽ റിമെയിൻസ് കിട്ടുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പല മുസ്ലിങ്ങളും ഉത്കണ്ഠ പ്രകടിപ്പിക്കുകയുണ്ടായി. അതായത് ഇത് പള്ളിയോ പൊളിച്ച് കളഞ്ഞു, അതിനകത്ത് നമ്മുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ ഗ്രേവ്സ് ഉണ്ട്, അതുപോലും വെറുതെ വിടുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ഉത്കണ്ഠ പ്രകടിപ്പിക്കുകയും അത് പത്ര റിപ്പോർട്ടുകൾ വരികയും ചെയ്തു. പക്ഷേ ഈ സ്കെലിറ്റൽ റെക്കോർഡ്സിൻ്റെ യാതൊരു റെഫറൻസുകളും ഈ കോടതി വ്യവഹാരങ്ങളിലോ പിന്നെ വന്നിട്ടുള്ള റിപ്പോർട്ടുകളിലോ നമുക്ക് കാണാൻ പറ്റില്ല, വിച്ച് ഇസ് ഓൾസോ എ ബിഗ് ഒമിഷൻ. കാരണം ഇൻ്റർനാഷണൽ നിയമങ്ങളുണ്ട്. നമുക്കൊരു ഹ്യൂമൻ സ്കെലിറ്റൻ കിട്ടിയാൽ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് പ്രിസർവ് ചെയ്യേണ്ടതെന്നുള്ള ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ആർക്കിയോളജി മാത്രമല്ല ഹ്യൂമൻ റൈറ്റ്സ് കൺസേൺ ഉള്ള യുനെസ്കോ നിയമങ്ങൾ വരെയുണ്ട്. അതൊക്കെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നും അറിയില്ല. നമ്മൾ ഇപ്പോഴും സംസാരിക്കുന്ന അന്ന് ഉത്ഖനനത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അല്ല 2 പ്രശ്നങ്ങളെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇതിലേക്ക് നമ്മൾ തിരിച്ചു വരാം. ഇനി മൂന്നാമത്തെ ഒരു പ്രശ്നം കുറച്ചും കൂടെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രശ്നമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് സുപ്രിയ വർമ്മ ദ വയറിന് കൊടുത്തുള്ള ഒരു ഇൻ്റർവ്യൂവിന് ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്.
അവർ അതിനകത്ത് മേക്ക് ചെയ്യുന്ന ക്ലെയിം ഇങ്ങനെയാണ്, പലപ്പോഴും ഒരു ഫ്ലോർ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കുഴിച്ച് പോകുമ്പം എവിടെയെങ്കിലും ഈ കുഴിക്കുന്നത് നിർത്തണമല്ലോ, അത് നമ്മളാണ് തീരുമാനിക്കുന്നത് എവിടെ നിർത്തണമെന്ന്. അത് നേരത്തെ ഉണ്ടായിരുന്ന ഡെപ്പോസിറ്റിൻ്റെ അവിടെ കൊണ്ടായിരിക്കില്ല നമ്മൾ നിർത്തുന്നത്. ചിലപ്പം മഴ വരാൻ പോകുമായിരിക്കും നാളെ, അപ്പോൾ അതിന് തൊട്ട് മുമ്പേ നമ്മൾ ഒരു 3 ഫീറ്റിൽ നിർത്തണം എന്ന് തീരുമാനിക്കും. അല്ലെങ്കിൽ ചിലപ്പം ആ ഒരു സമയം നമ്മൾ 5 മണി 6 മണി ലൈറ്റ് പോകുന്നതിന് മുമ്പേ നിർത്തണം എന്ന് തീരുമാനിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സ്ക്വയർ ആയിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിർത്തും. എന്നിട്ട് പിറ്റേ ദിവസം പോയിട്ട് നമ്മൾ വീണ്ടും എക്സ്കവേറ്റ് ചെയ്യും. അപ്പോൾ ഈ സ്ക്വയർ ആയിട്ട് ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുന്ന സ്ഥലം ശരിക്കുള്ള സ്ഥലമല്ല, അത് നമ്മൾ നിർമ്മിച്ച സ്ഥലമാണ്. അതിനെ നമ്മൾ പലപ്പോഴും ഫ്ലോർ എന്ന് വിളിക്കും. ഇറ്റ് മൈറ്റ് ബി ശരിക്കുമുള്ളൊരു ഫ്ലോറിലായിരിക്കും ചിലപ്പോൾ നിർത്തുന്നത്, പക്ഷെ മിക്കവാറും നമ്മുടെ ഈ ആർക്കിയോളജിസ്റ്റിൻ്റെ തീരുമാനം അനുസരിച്ചാണ് ഈ ഫ്ലോർ ഉണ്ടാക്കുന്നത്. അപ്പം ഈ ഫ്ലോറിൽ ഈ ഫ്ലാറ്റായിട്ട് ഇരിക്കുന്ന സ്ഥലം നമ്മൾ പിന്നീട് വീണ്ടും എക്സ്കവേറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. ആ എക്സ്കവേറ്റ് ചെയ്യുന്നത് എങ്ങനെ എക്സ്കവേറ്റ് ചെയ്യണമെന്നുള്ളത് ഈ ട്രെഞ്ച് കൺട്രോൾ ചെയ്യുന്ന സൂപ്പർവൈസ് ചെയ്യുന്ന ആർക്കിയോളജിസ്റ്റ് അനുസരിച്ചിരിക്കും. അപ്പോൾ എനിക്കതൊരു സ്ക്വയർ ഷേപ്പിലോട്ട് ചെയ്യണോ, സർക്കുലർ ഷേപ്പിൽ പോകണം, എന്തൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റണം, എന്തൊക്കെ അവിടെ നിലനിർത്തണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ആർക്കിയോളജിസ്റ്റാണ്. അപ്പം സുപ്രിയ വർമ്മ മേക്ക് ചെയ്യുന്ന JNUവിൽ ഉണ്ടായിരുന്ന പ്രൊഫസറായിരുന്ന ആർക്കിയോളജിസ്റ്റായിരുന്നു, ലൈസൻസ്ഡ് ആർക്കിയോളജിസ്റ്റായിരുന്നു. എൻ്റെ അറിവിൽ 12ഓളം മേജർ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് നടത്തിയിട്ടുള്ള ഇന്ത്യയിൽ വളരെ വിരളമായിട്ടുള്ള ഫീമെയിൽ ആർക്കിയോളജിസ്റ്റുകളിൽ ഹെഡ് ആർക്കിയോളജിസ്റ്റായിട്ടുള്ള സുപ്രിയ വർമ്മ വാദിക്കുന്നത് ഈ ഒരു ഫ്ലോർ കണ്ടെത്തിയാൽ പിന്നെ ഉത്ഖനനം ചെയ്യുന്നത് പില്ലർ ബേസുകൾ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള അത്രയും ഭാഗം മാത്രം നിലനിർത്തിയിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവൻ കുഴിച്ചിട്ടാണ്. സോ ഒരു പിറ്റ് എടുക്കുമ്പോഴത്തേക്ക്, ഒരു ട്രെഞ്ച് എടുക്കുമ്പോഴത്തേക്ക് താഴോട്ട് കുഴിച്ചു പോകുമ്പോൾ ഏത് ഭാഗങ്ങൾ കുഴിക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഇവർക്ക് കൊടുത്തിട്ടുണ്ടാകണം. അതുകൊണ്ടാണ് ഈ പില്ലർ ബേസുകളുടെ ഷേപ്പിലുള്ള ബ്രിക്കുകൾ മാത്രം നിലനിർത്തുകയും ബാക്കിയുള്ള ഭാഗങ്ങൾ കുഴിച്ചു മാറ്റിയും. ഇപ്പോൾ ഇവിടെ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ ആയിരുന്നു ഇവിടെ മണ്ണ് മാറുന്ന, നേരത്തെ ഞാൻ സ്ട്രാറ്റിഗ്രഫിയുടെ കാര്യം പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഈ മണ്ണ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, കളർ മാറുന്നുണ്ട്. ഇവിടെ ഇതാണ് സ്ട്രാറ്റിഗ്രഫിക്കൽ വോൾ എന്ന് പറയുന്നത്. അപ്പം താഴോട്ട് കുഴിച്ചു പോവുകയാണ്. അപ്പോൾ ഇവിടം വരെ മണ്ണുണ്ടായിരുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. നമ്മൾ താഴോട്ട് കുഴിച്ചു പോവുകയാണ്. അപ്പം ഇത്രയും ഭാഗത്തെ മണ്ണ് എനിക്ക് മാറ്റിയിട്ട് ഇതുണ്ടായിരുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് കിട്ടുന്ന ബ്രിക്സ് എടുത്ത് എനിക്ക് ഇങ്ങോട്ട് വെക്കാം. ദിസ് ഇസ് ഓൾ പോസിബിൾ ഡ്യൂറിങ് ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ. ഞാൻ ഈ ഒരു ക്ലെയിം വളരെ ജെനുവിൻ ആണെന്ന് എനിക്ക് തോന്നാനുള്ള ഒരു റീസൺ, നമ്മൾ ഈ എക്സ്കവേഷന് പോയാൽ അറിയാം, ഈ സ്ഥലത്തെ സ്ട്രാറ്റിഗ്രഫിക്കൽ വോള് കണ്ടോ, ഇതുമായിട്ട് ഇതിന് ബന്ധമില്ല. ഇത് ഒരു തൂൺ ഇങ്ങനെ പണിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മുകളിലോട്ട് കയറി പോകണം, പക്ഷേ ഇത് പല മണ്ണ് ഇവിടെ കാണാം. വിച്ച് മീൻസ് ഒന്നിലൂടെ ഡിസ്റ്റർബൻസ് വന്നിട്ടുണ്ട് എന്തെങ്കിലും, അല്ലെങ്കിൽ ഇവിടെ എന്തോ കാര്യമായിട്ട് പ്രശ്നമോ മാനിപ്പുലേഷനോ നടത്തിയിട്ടുള്ളൂ. പക്ഷേ ഈ പില്ലർ ബേസ് പോലെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് 2003 എക്സ്കവേഷനുള്ള പില്ലർ ബേസ്, എഗെയിൻ കരിങ്കൽ പില്ലർ ബേസ് അല്ല, ബ്രിക്ക് ബാറ്റ് വെച്ചുണ്ടാക്കിയ പില്ലർ ബേസ്. ഇനി പില്ലർ ബേസ്, അതായത് തൂണ് ഇതിലേക്കാണ് സ്ഥാപിക്കേണ്ടത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതിലേക്കൊരു വലിയൊരു അമ്പലത്തിൻ്റെ പറ്റിയ ഒരു പില്ലർ എങ്ങനെ ഇൻസേർട്ട് ചെയ്താൽ തന്നെ നിൽക്കുമോ? ഇതെല്ലാം നമ്മുടെ ഒരു കോമൺ സെൻസ് ലോജിക്ക് മതി, ആർക്കിയോളജിക്കൽ ലോജിക്ക് ഇതിന് ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം മഡ് വെച്ചിട്ടാണിത് തമ്മിൽ വെച്ചിരിക്കുന്നതെന്ന്. ഇതൊരു പില്ലർ അല്ല, പില്ലർ ബേസ് ആണെന്നും നമുക്ക് മനസ്സിലാകും. ഇതിപ്പോൾ ഒരു ഫുള്ളി എക്സ്പോസ്ഡ് പില്ലർ ബേസ് ആണ് ഇവിടെ. പക്ഷേ നമ്മൾ ഈ നേരത്തെ കണ്ട റിപ്പോർട്ടുകൾ നോക്കി നമുക്ക് മനസ്സിലാകും, പല പില്ലർ ബേസുകളും മുഴുവനായിട്ട് എക്സ്പോസ് പോലും ചെയ്തിട്ടില്ല. അതായത് പകുതി ഭാഗം, കാൽഭാഗം ഉള്ള രീതിയിലാണ് എക്സ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ പില്ലർ ബേസുകളാണ് എന്ന് വാദിക്കാൻ പറ്റുമോ? അല്ല, അങ്ങനെ വാദിച്ചാൽ നമുക്കത് മറ്റ് രീതികളിലും വാദിച്ചൂടെ? കാരണം നിങ്ങളിത് നോക്കണേ, ഇതിൻ്റെ സ്കെയിൽ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വലിയ ഭാഗ്യമാണ്. സ്കെയിലൊക്കെ ആർക്കിയോളജിക്കൽ പ്രാക്ടീസ് ആയതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ സ്കെയിലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് കൃത്യമായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത് ഈ ട്രെഞ്ച് എന്ന് പറയുന്നത് ഇത്രയും ഭാഗം 100 സെൻറ്റിമീറ്ററാണ്. സോ അത് വെച്ചിട്ട് സോ ഹിയർ 1 2 3 4 5 6 സെൻറ്റിമീറ്റർ ഇൻ ദിസ് ഇസ് പ്രപ്പോർഷനേറ്റ് ടു 100 സെൻറ്റിമീറ്റർ. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഈ പില്ലർ ബേസിൻ്റെ അളവൊന്ന് ആലോചിച്ച് നോക്കണം. സോ ലെറ്റ്സ് സേ ഇവിടെ ദിസ് ഇസ് 2 1 2 3 സെൻറ്റിമീറ്റർ. ഈ 3 സെൻറ്റിമീറ്ററേ ഉള്ളൂ. വിച്ച് മീൻസ് ദാറ്റ് മാക്സിമം ദിസ് മൈറ്റ് ബി 50 സെൻറ്റിമീറ്റേഴ്സ് ഇൻ വിഡ്ത്ത്.
അത് വെച്ചിട്ടാണ് വലിയ അമ്പലവും കരിങ്കൽ പില്ലറുകളും അല്ലെങ്കിൽ കരിങ്കലല്ലാത്ത പില്ലറുകളും വാദിക്കുന്നതെന്നും നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ ഈ പില്ലർ ബേസുകൾ എന്ന് വാദിക്കപ്പെടുന്ന പല കാര്യങ്ങളും തന്നെ പില്ലർ ബേസുകൾ അല്ല. ഇൻഫാക്റ്റ് നമ്മൾ ആ കോടതി വിധിയിൽ നോക്കുകയാണെങ്കിൽ ഈ ഇവരാരോപിക്കുന്ന കാര്യമുണ്ട്, ഇത് പില്ലർ ബേസുകളല്ല, ASI നിർമ്മിച്ച പില്ലർ ബേസുകളാണ്. അതായത് അവർ കുഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ഉത്ഖനന രീതിയിലൂടെ പില്ലർ ബേസുകളെന്ന് തോന്നിക്കുന്ന രീതിയിൽ സ്ട്രക്ചറുകൾ ഉണ്ടാക്കിയതാണ്. 4ഓളം പില്ലർ ബേസുകൾ ഇങ്ങനെ നിർമ്മിക്കപ്പെട്ടവയാണ് എന്ന് കോടതി സമ്മതിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിലെനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ആ സമയത്തെ ഇവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് സുപ്രിയ വർമ്മ അന്ന് ഒബ്സർവറായിട്ട് പോകുമ്പോൾ അവരുടെ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇങ്ങനൊരു ഓപ്പൺ ഏരിയ കാണുന്നു. അവിടെ ഇപ്പോൾ ഇവിടെ ഈ ഒരു കാര്യം കണ്ടോ നിങ്ങളും, ഇതൊരു സ്ട്രക്ചറൽ എലമെൻ്റാണ്. സ്ട്രക്ചറൽ എലമെൻ്റാണ് നമ്മളിങ്ങനെ മെൻഷൻ ചെയ്ത് വെക്കുന്നത്. പിന്നെയും താഴോട്ട് കുഴിച്ച് പോകുമ്പോൾ അവിടെ ബ്രിക്ക് ബാറ്റ്സ്, ഇവിടെ നിറയെ ബ്രിക്ക് ബാറ്റ്സുകൾ കാണാം. പിന്നെയും എക്സ്പോസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് മുഴുവൻ ആ ഫ്ലോർ നിറയെ ബ്രിക്ക് ബാറ്റ്സ് കാണും. പിന്നെ താഴോട്ട് പോകുമ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തുള്ള ബ്രിക്ക് ബാറ്റ്സ് എല്ലാം മാറ്റി, ഇവിടെ ഇങ്ങനെ ഇരുന്നത് ഈ ഭാഗത്തുള്ള അതെല്ലാം പിന്നെ എവിടെ വന്നു, ഇവിടെ വന്നു. അതായത് ഇവിടെ ഇങ്ങനെ മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ട്രക്ചറിന് ചുറ്റും അവർ ബ്രിക്ക് ബാഗ്സ് വെച്ചു. അപ്പോൾ എന്ത് പറയും, നടുക്കിരുന്നത് പില്ലറിൻ്റെ അംശവും ചുറ്റുമുള്ളത് ബ്രിക്ക് ബാറ്റ്സും എന്ന്. അങ്ങനെ 2ഓളം പില്ലറുകളിൽ ഇവർ മാർക്ക് ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട്. അവർ അന്നേ അത് എഴുതി വെച്ചത് കൊണ്ടും ഇങ്ങനെ ഇൻഡിപെൻഡൻറ്റ് ഒബ്സർവേഴ്സിനെ കോടതി നിയമിച്ചത് കൊണ്ട് നമുക്ക് ഇൻട്രസ്റ്റ്. ഇതാണ് അവർ കൊടുത്ത ഒരു കംപ്ലയിൻറ്റ്, ജൂലൈ 2003 തന്നെ കൊടുത്ത കംപ്ലയിൻ്റാണ്. പില്ലറുകൾ വെച്ചിട്ട് അവർ തന്നെ ഉണ്ടാക്കിയ ഒരു സ്ട്രക്ചർ പ്ലാനോ സൈറ്റ് പ്ലാനോ എന്ന് പറയാം. ഇതിനകത്ത് ഈ കറുപ്പ് ഫുൾ ബ്ലാക്ക് ആയിട്ട് ഇരിക്കുന്നതാണ് ഇവർ കണ്ടെത്തിയ പില്ലർ ബേസുകൾ. ബാക്കി കാണാവോ നിങ്ങൾക്ക്? ബാക്കി പില്ലർ ബേസ് ഉണ്ടാകാം എന്നവർ ഉദ്ദേശിക്കുന്ന വാട്ട് ഇസ് ദിസ്? നമ്മുടെ ആർക്കിയോളജിയിൽ പറയാത്ത, കൺവെൻഷണൽ പ്രാക്ടീസിൽ ഫോളോ ചെയ്യാത്തൊരു കാര്യമാണ്. അതായത് ഇവർ ഊഹിക്കുകയാണ് ഇവിടെ പില്ലറുള്ളപ്പോൾ ഇവിടെയും പില്ലർ ഉണ്ടാകാം. പക്ഷേ യൂഷ്വലി നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഡോട്ടഡ് ലൈൻസ് വെച്ചിട്ട് മാത്രമേ. അത് ഇത്ര എക്സ്റ്റെൻസീവായിട്ട് നമ്മൾ ഒരിക്കലും ചെയ്യാറില്ല. അപ്പോൾ ഈ 50 പില്ലർ എന്നിവർ ഉദ്ദേശിക്കുന്ന എവിഡൻസ് ആകെ കിട്ടിയിട്ടുള്ള പില്ലർ ബേസുകളാണ്. ആ പില്ലർ ബേസ് വെച്ചിട്ട് ഇവരൊരു ഊഹത്തിനുണ്ടാക്കിയ കാര്യമാണ്. പക്ഷേ ഈ ഊഹത്തിനുണ്ടാക്കിയ കാര്യങ്ങൾ ഇനി നിങ്ങൾ ഈ കറുത്ത കാര്യങ്ങൾ മാത്രം ഉണ്ടെന്ന് വിചാരിക്കുക, ഈ ബ്ലാങ്ക് ആയിട്ടുള്ള കോളം ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്രൂവ് ദാറ്റ് ദിസ് ഇസ് എ സ്ട്രക്ചർ. ഇത് ഒരു സ്ട്രക്ചറാണെന്നും അതായത് ഈ പില്ലറുകളെല്ലാം ഒരേ ബിൽഡിങ്ങിൻ്റെ പാർട്ടാണെന്ന് പോലും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഇതൊരു ഒന്നാമത് ക്ഷേത്രമാണോന്ന് പോലും നമുക്ക് വാദിക്കാൻ പറ്റില്ല. പില്ലറുകളുടെ എവിഡൻസ് മാത്രമേ ഉള്ളൂ. പില്ലറുകൾ തന്നെ പില്ലറുകളാണോ എന്നറിയില്ല, പില്ലർ ബേസുകൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പില്ലർ ബേസുകൾ തന്നെ പില്ലർ ബേസുകളാണോ നമുക്കറിയില്ല. കോടതി വരെ അംഗീകരിച്ച് കഴിഞ്ഞ് പില്ലർ ബേസുകൾ ASI നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് വെച്ചിട്ടാണ് ഇതൊരു ഹിന്ദു ക്ഷേത്രമാണെന്നും രാമക്ഷേത്രമാണെന്നും വാദിക്കുന്നത്.